എന്താണെന്ന് ടെലിസർ വളരെ വ്യക്തമായി ഇവിടെ പറഞ്ഞു നമുക്ക് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ദൈവികപരമായിട്ടുള്ള ബിസിനസ്സാണ്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ വരുമാനം എന്നുള്ളതിനപ്പുറം നമുക്ക് ആരോഗ്യം അല്ലേ, നമ്മുടെ ആരോഗ്യത്തോടൊപ്പം നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ആരോഗ്യം നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റും. അപ്പൊ വെൽനസ് കാണിച്ചപ്പോൾ സാർ ഇവിടെ പറഞ്ഞു അല്ലെ, ഇത് രോഗികളല്ല കഴിക്കേണ്ടത്, രോഗികളാവാതിരിക്കാൻ നമ്മൾ നേരത്തെ കഴിക്കേണ്ട സപ്ലിമെന്റ്സ് ആണ്. ഇൻ കേസ് ഒരു രോഗമുള്ള ഒരാൾക്ക് പോലും നമ്മുടെ സപ്ലിമെന്റ് കൊടുത്താൽ അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. മരുന്നല്ല, എല്ലാം വെൽനസ് ആണ് അല്ലെങ്കിൽ സപ്ലിമെന്റ് ഫുഡാണെന്ന് പറഞ്ഞു. ഇവിടെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ് ഉണ്ട്. എല്ലാ പ്രൊഡക്റ്റുകളും ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കിയതിനു ശേഷമാണ് നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. പിന്നെ പ്രകൃതിക്കും മനുഷ്യരും മണ്ണിനൊന്നും ദോഷമില്ലാത്ത രീതിയിൽ 100%, ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇന്റർനാഷണൽ ക്വാളിറ്റി വിത്ത് ഇന്ത്യൻ പ്രൈസ് നമുക്ക് പറയാം അല്ലെ. ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് കിട്ടണമെങ്കിൽ നല്ല ക്യാഷ് ആവും അല്ലെങ്കിൽ നല്ല പ്രൈസ് ആവും. പക്ഷെ നമുക്ക് ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് വിത്ത് ഇന്ത്യൻ പ്രൈസ്, നമ്മൾ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. നമ്മൾ കുറെ കാറ്റഗറീസ് ഇവിടെ നമുക്ക് കാണിച്ചു തന്നു. കാറ്റഗറിയിൽ വെൽനസ് കാറ്റഗറിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യകരമായിട്ടുള്ള നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ എന്താണ് ആരോഗ്യത്തെ നശിപ്പിക്കുന്ന രീതിയിലാണ് അല്ലെ. നമ്മൾ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മുടെ ആരോഗ്യം വീണ്ടെടുക്കാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറയും ലോകത്തിലെ ഏറ്റവും വലിയ രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരമാണ്. നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ ഉള്ളിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കുറെ ഘടകങ്ങൾ നമുക്ക് വേണം, എല്ലാം ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. പ്രോട്ടീൻ, വിറ്റാമിൻ നമ്മൾ കേൾക്കാറുണ്ട്. ഒരു തലകറക്കം വരുമ്പോൾ പ്രോട്ടീൻ്റെ കുറവാണ്, അല്ലെങ്കിൽ മുടികൊഴിച്ചിൽ വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു വിറ്റാമിൻ്റെ കുറവാണ്. ആദ്യം ശ്രദ്ധിക്കാറില്ല, പക്ഷെ ഉള്ളില് വളരെ അത്യാവശ്യം വേണ്ട ഘടകങ്ങളാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇന്നത്തെ കാലത്ത് കിട്ടുന്നില്ല. പണ്ട് കാലത്ത് നമ്മൾ പറയാറില്ലേ, പണ്ടത്തെ ആളുകൾ പണ്ടത്തെ മണ്ണാണ്. ഇപ്പം ഇത്ര വയസ്സായോ അവരൊക്കെ ഇപ്പോഴും എന്തൊരു എനർജിയാണ്. എന്താണ് അന്നത്തെ മണ്ണ് എന്ന് പറയാൻ കാരണം? അന്ന് എല്ലാം കഴിയുന്ന ഭക്ഷണത്തിലേക്ക് റോ മെറ്റീരിയൽസ് എല്ലാം എല്ലാത്തിനും കിട്ടാനുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇന്ന് കൃഷി ചെയ്യുന്നതിലൂടെ അത് എന്താ പറയാ, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിൽ, കഴുകുന്ന രീതിയിൽ, അത് കട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഈ പറഞ്ഞ വിറ്റാമിനും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ കാലത്ത് ഈ ഫുഡ് സപ്ലിമെന്റ്സിന്റെ ആവശ്യകത. അപ്പം തീർച്ചയായിട്ടും ആളുകൾക്ക് കൊടുക്കേണ്ട ഒരു അറിവ് എന്ന് വെച്ചാൽ ആരും ഏറ്റെടുക്കില്ല. വെൽനസ് എന്ന് പറഞ്ഞാൽ ആരും ഏറ്റെടുക്കില്ല. പക്ഷെ അവിടെ ചോദിക്കണം, പണ്ടത്തെ പോലെയാണോ നമ്മുടെ ജീവിത രീതി എന്നത് അല്ലെ, പണ്ടത്തെ ഭക്ഷണമാണോ ഇന്ന്? അപ്പൊ സപ്ലിമെന്റ് വളരെ അത്യാവശ്യമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ട പ്രോട്ടീനും വിറ്റാമിനും ഒക്കെയാണ് നമ്മുടെ കൈകളിലേക്ക് വെൽനസിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടെ ജ്യൂസ് കാണിക്കുന്നുണ്ട്. ഇവിടെ നോനി ജ്യൂസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ നോനിപ്പഴം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നോനിപ്പഴം ശരിക്കും പറഞ്ഞാല് സർവ്വരോഗ സംഹാരി എന്നാണ് ആ പഴത്തിന് പറയാം. പക്ഷെ അത് ആ രീതിയിൽ നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. അത് പഴുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്കും ഒരു ദുർഗന്ധമാണ്, നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ട ഞാൻ കേട്ടേക്കുന്നത് കാക്കകൾ അല്ലേ, പക്ഷെ കാക്ക കഴിക്കുന്ന ഒരു പഴമാണ്. കാക്കകൾ നന്നായിട്ട് കഴിക്കും. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിൽ സാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കാക്കകൾ വയസ്സായിട്ട് കണ്ടിട്ടുണ്ടോ? മീൻസ് കാക്കകൾ പ്രായം, ചെറിയ കാക്ക വലുത് പ്രായം വയസ്സ് അങ്ങനെ കാണുന്നുണ്ടോ നമ്മള്? ഇല്ല, അപൂർവങ്ങൾ കാണുന്നുണ്ട്. കാക്കകൾ കഴിക്കുന്ന ഒരു പഴമാണിത്. പ്രായാധിക്യത്തെ ചെറുത്ത് നിർത്താൻ കഴിവുള്ള ഒരു പഴമാണ്. അത് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല അങ്ങനെ നമ്മളിപ്പോൾ ജ്യൂസ് ചിലർ പറയും, അത് എൻ്റെ വീട്ടിലുണ്ട്, ഞങ്ങൾ കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കുമ്പോൾ അതിൽ പൊട്ടാസ്യത്തിന്റെ കണ്ടന്റ് കൂടുതലാണ്. അങ്ങനെ ഡയറക്റ്റ് ജ്യൂസ് വെച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത്രയും വേണ്ട രീതിയിൽ കിട്ടുന്നില്ല അതിന്റെ ഗുണം. നമ്മുടെ നോനി ജ്യൂസിനകത്ത് ഈ നോനിപ്പഴവും അതിൽ കൊക്കും, ഒരു പുളി വർഗത്തിൽപ്പെട്ട പുളിയുടെ ഒക്കെ വർഗത്തിൽപ്പെട്ട ഒരു കൊക്കും, ആ കൊക്കും ആ രണ്ട് ഫ്രൂട്ടും കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ടാണ് നമുക്ക് ജ്യൂസായിട്ട് കിട്ടുന്നത്. 100% നമുക്ക് നമ്മുടെ എല്ലാ രീതിയിലും ഒരു ബോട്ടിലെങ്കിൽ നമുക്ക് വാങ്ങി യൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ശരീരത്തിലുള്ള അഴുക്ക്, ടോക്സിൻസ് അതിനെ നീക്കം ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ കഴിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചത് മുതൽ എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്ക് നമ്മൾ വയറിളക്കാൻ മരുന്ന് വിരഗുളിക കൊടുക്കുന്നു. ഒരു പ്രായം കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു. പിന്നെ ഒരു വയറിന് എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും വയറിന് പ്രശ്നം വന്ന് നമ്മൾ ആയുർവേദ കടയിൽ പോയിട്ട് വയറിളക്കാനും മരുന്ന് വാങ്ങി കഴിക്കും. പക്ഷെ അതല്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും ശ്വസിക്കുന്ന വായുവിലും അങ്ങനെയൊക്കെ ഒത്തിരി ഉള്ളിൽ എന്തുണ്ട്, വിഷാംശം ചെല്ലുന്നുണ്ട്, ടോക്സിൻസ് ചെല്ലുന്നുണ്ട്. അതൊന്ന് ക്ലീൻ ആക്കാന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതായിട്ട് നമുക്ക് ഒരു ടോക്സിഫിക്കേഷൻ ക്ലീനിങ് നടത്തുന്ന ഒരു ക്യാൻസറായിട്ട് നമുക്ക് ജ്യൂസിനെ പറയാം. ഒരു ബോട്ടിൽ എല്ലാവരും മാറ്റി യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ജ്യൂസ് ഉണ്ട്, കരേല ജാമുൻ ജ്യൂസാണ്. ഇത് ഡയബറ്റീസ് പേഷ്യൻസിന് അല്ലെങ്കിൽ ഡയബറ്റീസ് എന്ന് പറഞ്ഞ ആരോഗ്യ പ്രശ്നം, അത് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടാണ്. പണ്ടുള്ള ആളുകൾക്കുള്ള ഇന്നത്തെ അസുഖങ്ങളെ മാരകമായിട്ടുള്ള അല്ല മരണകാരണമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് എന്താണ്, പുറമേ നിന്നും അറ്റാക്ക് ചെയ്യുന്നില്ല ബാക്ടീരിയ, വൈറസ്,
അങ്ങനെയുള്ള മലേറിയ പോലുള്ള അങ്ങനെയുള്ള രോഗങ്ങൾ വന്നിട്ട് അത് ചികിത്സ കിട്ടാതെ ആളുകൾ മരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ചികിത്സ ഇല്ലാതെ അത്ര രോഗങ്ങൾ കൊണ്ട് മരിക്കുമ്പോൾ ഇന്നത്തെ ആളുകൾ മരണകാരണമായിട്ടുള്ള അസുഖങ്ങൾ എന്തൊക്കെയാണ്? സിമ്പിളായിട്ട് ഡയബറ്റീസ് അല്ലേ, അത് കൂടി കൂടി വേറെ രോഗത്തിലേക്ക് കടന്ന് ഒരു എനിക്ക് തോന്നുന്നു ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മദർ ഓഫ് ഓൾ ഡിസീസസ് എന്നാ പറയാം. അതായത് ഒരു ഡയബറ്റീസ് ഒരാളുടെ ബോഡിയിൽ ആ ഡയബറ്റീസ് പേഷ്യൻ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാരണം കൊണ്ട് അത് മറ്റ് അവയവങ്ങളെ ബാധിച്ച് മറ്റ് അസുഖങ്ങൾ വിളിച്ച് നമ്മൾ പറയില്ലേ ജസ്റ്റ് ഒരു കാരണമാണ് ഡയബറ്റീസ്, അതുകൊണ്ട് വേറെ അസുഖങ്ങൾ കടന്നുകൂടുകയാണ്. അപ്പൊ അത്തരത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇന്നിപ്പോൾ ആളുകൾ മരിക്കുന്നത് ഡയബറ്റീസ്, BP അങ്ങനെയുള്ള അസുഖങ്ങൾ കൊണ്ട് ഒരു നമ്മളെ ആയുസിന്റെ പദ്ധതി എത്തുമ്പോഴേ ഇങ്ങനെ എന്തെങ്കിലും ശരീരത്തിൽ കയറി അല്ലെ. ചികിത്സയുടെ ഇതിനല്ല, പക്ഷെ ചികിത്സ കൊണ്ട് ആരെങ്കിലും അത് പൂർണ്ണമായി മാറിയ കാരണം കിട്ടുന്നുണ്ടോ? അതുകൊണ്ടേ അങ്ങ് മരിച്ചു പോവാണ് അല്ലെ. അപ്പം ചികിത്സ ഉണ്ടായിട്ടും ഇന്ന് പണ്ട് ചികിത്സ ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ആ മലേറിയയും മനോമരി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് മരിച്ചെങ്കിൽ ഇത് ചികിത്സ ഉണ്ടായിട്ടും ആ മരണത്തിലേക്ക് പോകണം. അപ്പൊ അത് ശരിക്കും നമ്മുടെ ജീവിതശൈലി ജീവിത രീതിയൊക്കെ മാറ്റി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പൊ അത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ വെൽനസ് കാറ്റഗറിയിലുള്ളത്. ഇവിടെ കുറെ ടാബ്ലറ്റ് ജ്യൂസ് രൂപത്തിലും അതുപോലെ പൗഡർ രൂപത്തിലും ടാബ്ലറ്റ് രൂപത്തിലുള്ളത് മൾട്ടി വിറ്റാമിൻ പോലുള്ള ടാബ്ലറ്റുകൾ. ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മുടെ ട്രെയിനിങ് സെഷൻ എന്നും ഉണ്ടാവാറുണ്ട്, സ്കൂളിലൊക്കെ ഉണ്ടാവാറുണ്ട്. എല്ലാവരും കേട്ട് മനസ്സിലാക്കുക. നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകളുടെ വിശ്വാസം വരുത്താറുണ്ട്. നമ്മൾ യൂസ് ചെയ്യാതെ അതിന്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അല്ലെ പേഴ്സണൽ കെയറിൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, പേഴ്സണൽ കെയറിലുള്ള സോപ്പ് ഐറ്റംസ് ഇതെല്ലാം നമ്മൾ പറയില്ലേ. ഇപ്പൊ സോപ്പ് എടുത്ത് നോക്കണമെങ്കിൽ സ്കിന്നിനെ നല്ല രീതിയിൽ ആരോഗ്യം തരും. അപ്പം നമ്മുടെ സോപ്പ് ഇപ്പം ഒത്തിരി ടൈപ്പ് ഉണ്ട്. ഇതിലിപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സോപ്പ് പേൾ സോപ്പ് 3-in-1 എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഇത് മോയ്സ്ചറൈസർ ചെയ്യുന്നത്, അതുപോലെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത്, നല്ല ഡിയോഡറൻ്റ് ആണ്. ഈ ഒരു പ്രോഡക്റ്റ് പുറമേ നമ്മുടെ മാർക്കറ്റിൽ നിന്നുള്ള പ്രൊഡക്റ്റ്, അതായത് ഒരു ബ്യൂട്ടി സോപ്പായിട്ട് നമ്മൾ പറയാറുള്ള ഡവ് സോപ്പാണ്. ആ സോപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ ഡെമോൺസ്ട്രേഷനൊക്കെ കാണാറുണ്ട്. നമ്മൾ ട്രെയിനിങ് സെഷനിൽ നമുക്ക് അവൈലബിൾ ആയിട്ടാണ്. ഈ ഒരു സോപ്പിനെ കുറിച്ച് പറയുന്നത് അത്രയ്ക്ക് നമുക്ക് ഗുണമാണ്. ശരിക്കും സോപ്പ് നമ്മുടെ സ്കിന്നുമായിട്ട് പറയുമ്പോൾ PFM ആണ് എല്ലാവരും നോക്കുക. അത്യാവശ്യം ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ട് ആളുകൾ PFM നോക്കും. ഒരു 76% മുതലെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ഹെൽത്ത് തരുള്ളൂ. നമ്മളെ ഈ സോപ്പിൽ ശരിക്കും പറഞ്ഞാൽ 80% ഉണ്ട്. ഇത് ക്രിസ്ത്യൻ കോളേജിന്റെ അവിടെ വെച്ചിട്ട് ടെസ്റ്റ് നടന്നത് നമ്മുടെ ഈ സോപ്പ് 80% തെളിഞ്ഞതാണ്. പക്ഷെ 76 എഴുതിയിട്ടുള്ളൂ. അതായത് എഴുതിയതിനേക്കാൾ ഗുണം ഈ ഒരു പ്രോഡക്റ്റിൽ ഉണ്ട് എന്നതാണ്. അപ്പൊ ഇത്തരത്തിലാണ് സോപ്പ് ഐറ്റംസ്. അതേപോലെ തന്നെ ബോഡി സ്പ്രേ, ഇതൊക്കെ നിങ്ങൾ വീട്ടിലിപ്പം നമ്മുടെ പ്രോഡക്റ്റ് അല്ലാതെ ഏതെങ്കിലും പ്രോഡക്റ്റ് ഈവൻ പുറത്തുനിന്ന് കൊണ്ടുവന്നാണെങ്കിൽ സ്പ്രേ ഐറ്റംസ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ബോൾ പെൻ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എഴുതുക, എന്നിട്ട് അതിലേക്ക് സ്പ്രേ ചെയ്യാം. നമ്മളെ വീട്ടിലെ സ്പ്രേ എടുത്ത് സ്പ്രേ ചെയ്യാം. അപ്പം അവിടെ ആ ഒരു മഷി അത് ആ ലിങ്ക് ഒലിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ അത് ആൽക്കഹോൾ കണ്ടന്റ് നന്നായിട്ടുണ്ട്. അത് നമ്മുടെ സ്കിന്നെ ഒറ്റയടിക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നും പ്രശ്നമില്ല. പോകെ പോകെ നമ്മുടെ സ്കിന്നിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നതാണ്. 100% സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്നാൽ നമ്മളിപ്പോൾ രാവിലെ യൂസ് ചെയ്താൽ വൈകിട്ട് വരെ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടി നമ്മളെ കാട്ടുന്ന ഒരു ഇതാണ് നമ്മുടെ സ്പ്രേ ഐറ്റംസ് നോക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡ് വാഷൊക്കെ ആണെങ്കിൽ നമ്മൾ പറയാ കുളിക്കാൻ വരെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അത്രയ്ക്കും എന്താണ് നമ്മുടെ സ്കിന്നിനും നമ്മുടെ ബോഡിക്കും നല്ല രീതിയിലുള്ള നമ്മുടെ ഹാൻഡ് വാഷ്. അപ്പം സോപ്പ് തീർന്നു പോയി വേഗം പോയി നമ്മൾ എടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ നമുക്ക് അത്രയ്ക്കും ഹെൽത്തി ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു വാഷിംഗ് ആയിട്ട് ഇവിടെ ഒരു സോപ്പ് പൊടി കാണുന്നുണ്ട്. ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പം ഞാനൊക്കെ ആദ്യമേ ഇതിൻ്റെ ഗുണമാണ് പറഞ്ഞത്. അതായത് ഈ ഒരു സോപ്പ് പൊടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അരമണിക്കൂർ തുണിയിട്ട് വെക്കുക. അതുപോലെ തന്നെ ഒരു അരക്കട്ടത്തിൽ തന്നെ ഇവിടെ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അരമണിക്കൂർ തുണിയിട്ട് വെക്കുമ്പോൾ തന്നെ ചെവികളായി നമ്മൾ ഉജാലന്റെ പരസ്യം മഞ്ജുവരൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ കാണിക്കില്ല ചെവിയുടെ കട്ടകൾ ഇങ്ങനെ പോകുന്നത്. അത് അവരെ കാണിച്ചാൽ മാത്രമേ ഉള്ളൂ. അത് ആ പൗഡർ അത് കിട്ടില്ല. ഇതിന് വരെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. നമ്മുടെ ഈ പൗഡറും മാർക്കറ്റിൽ നിന്നുള്ള സർഫൈസറും എന്നൊക്കെ. അപ്പോൾ ഇത് അരമണിക്കൂർ ഇട്ട് വെക്കുമ്പോൾ തന്നെ ചെവി ഇളകി. പിന്നെ പതയില്ലാതെ കാണുമ്പോൾ നമ്മൾ ഒരു പത വേണ്ടേ അലക്കാൻ. ശരിക്കും ആ പതയാണ് ശരിക്കും കെമിക്കൽ എന്ന് പറയുന്നത്. അതാണ് തുണിയുടെ കളർ പോകാനും അതിൻ്റെ പേടാവാനൊക്കെ കാരണം. അപ്പം അങ്ങനെ അരമണിക്കൂർ ഇട്ട് വെക്കുമ്പോൾ തന്നെ അവിടെ ചെവി ഇളകി നമ്മൾ ആ ഒരു ഡ്രസ്സിന് ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാവും. ആ അലക്കുന്ന വെള്ളം നമ്മൾ ചെടിക്കും പച്ചക്കറിക്കും വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സോപ്പ് പൊടിയിൽ അങ്ങനെ ഉണ്ടോ ചോദിക്കാനുണ്ടോ? ഇല്ലല്ല. ഇല്ലല്ലോ. അപ്പം തന്നെ നമുക്ക് പക്ഷെ നമ്മൾ ആ സോമ്പൊടി ഉപയോഗിച്ച് ചെടി കഴിഞ്ഞാൽ ചെടി വാടിയ ഉണങ്ങിയും പോവും. ഇത് കേട്ട പാടെ ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തത്. ഒരു ചെടിച്ചട്ടിയിൽ ഞാൻ ഈ വെള്ളം ഒഴിച്ച് നോക്കിയപ്പോൾ ആ ചട്ടിക്കകത്തെ ചെടി എന്താണ് നല്ല രീതിയിൽ പച്ചപ്പായി പുതിയ ശിഖരങ്ങളൊക്കെ ഉണ്ടാവുന്നു. വേഗം പോയിട്ടു നമ്മൾ സാധാരണ ഒന്നും ചെയ്യാത്തതാണ്. അപ്പം എല്ലാവരും
റൈസ് ബ്രാൻ ഓയിൽ പറയുമ്പോൾ പല ആളുകൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? ഇങ്ങനെയുള്ള പല ഓയിൽ യൂസ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെടായ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും അവർ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് ഞാനിത് കൊടുത്ത പലരോടും ഞാൻ പറഞ്ഞു നിങ്ങളിത് പൊട്ടിച്ചിട്ട് ഒന്ന് നമ്മുടെ മണിയുടെ ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു നിങ്ങളിത് പൊട്ടിച്ചിട്ട് കുറച്ചെടുത്ത് ഉപയോഗിക്കും, ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ എനിക്കിന്ന് തിരിച്ചു തന്നു. അങ്ങനെ നിർബന്ധിച്ച് കൊടുത്തിട്ട് കുറേ പേര് ഇത് വാങ്ങി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഹൊറൈസണൽ റിച്ച് ആണ്. അതേപോലെ തന്നെ നല്ലൊരു ആൻറ്റി ഓക്സിഡന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ പറയുക ബയോളജി പറയുന്ന പോലെ പറയാനില്ല. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആൻറ്റി ഓക്സിഡന്റ് അടങ്ങിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ വിറ്റാമിൻ എ വിറ്റാമിൻ ബി ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. നമ്മുടെ കൊളസ്ട്രോൾ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു പലർക്കും ഈ ഒരു കൊളസ്ട്രോളിൻ്റെ പ്രശ്നമുണ്ട് അല്ലേ? BP പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഹാർട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നങ്ങൾക്ക് ഇത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്പൂൺ കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വയറിന് നല്ലതാണ്. അപ്പം അത്തരത്തിൽ കുറേ ഗുണങ്ങൾ കിട്ടുന്നതാണ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളിപ്പോൾ പപ്പടം കാച്ചുമ്പോഴും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കാൻ തുടങ്ങും. അതുപോലെ കറി വറക്കിട്ട് കഴിഞ്ഞാൽ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? ചിക്കൻ വെളിച്ചെണ്ണ വറുത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണേൻ്റെ ടേസ്റ്റാണ്. വേറെ സൺഫ്ലവറൊക്കെ ആണെങ്കിൽ അതിൻ്റെ ടേസ്റ്റാണ് വരിക. പക്ഷെ നമ്മളെ ഈ ഒരു ഓയിലിന് ടേസ്റ്റ് അങ്ങനെ പ്രത്യേക ടേസ്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ എന്താണ് ചിക്കൻ ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ ടേസ്റ്റ് തന്നെ നമുക്ക് തോന്നുന്നത്. പക്ഷെ അത് നല്ല സ്വാദ് കൂടുതലാണ്. ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ആ എണ്ണ കുടിക്കുന്ന പ്രശ്നമല്ല. ഇപ്പോൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് എണ്ണ അങ്ങനെ പിടിച്ചിരിക്കില്ല, നല്ല എണ്ണ അധികം വറ്റിപ്പോവില്ല. അപ്പം അത്രയും നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഇവൻ ക്യാൻസറിനെ പോലും ചെറുക്കാൻ ഗുണമുള്ളതാണ് ഈ ഹൊറൈസണൽ എന്ന് പറഞ്ഞ കണ്ടത്. ശരീരത്തിൽ ക്യാൻസർ സെല്ലുകൾ വളരുന്നത് തടയാനുള്ള ഗുണമുണ്ട്. അപ്പം അത്തരത്തിൽ നമ്മൾ എന്താണെങ്കിലും ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അത് അടുപ്പത്ത് വെച്ച് കരിയുമ്പോൾ അതിൻ്റെ പുക വരില്ലേ? നമ്മൾ കാണാറില്ല അടുക്കളയിൽ പുക വരുന്നത് വെളിച്ചെണ്ണ വെച്ച് മറന്നു. ആ സംഭവം അത് അങ്ങനായി കഴിയുമ്പോൾ അത് ദോഷമായിട്ട് മാറുന്നത്. അല്ലാതെ നമ്മൾ കേട്ടിട്ട് പച്ച വെളിച്ചെണ്ണ കുടിക്കുന്നത് നല്ലതാണ് അതൊക്കെ കാണാം. പക്ഷെ നമ്മുടെ ആ ഉപയോഗ രീതിയിൽ ഇത് അങ്ങനെ തിളനിലയിലൊന്നും ഒരു പ്രശ്നം വരില്ല. അത്രയും ഗുണമുള്ളതാണ് നമ്മുടെ ഈ ഒരു. അതുപോലെ തന്നെ നമ്മുടെ ചായപ്പൊടി, നമ്മുടെ ചായപ്പൊടി വലിയ തരിയാണ്. നേരത്തെ മോഹൻലാലിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? അവരൊന്നത് ഉപയോഗിക്കാതെ നമുക്ക് പരസ്യം തരുന്നെങ്കിൽ നമ്മളിത് ഉപയോഗിച്ചുകൊണ്ട് പറയാം. നമ്മുടെ വീട്ടിൽ ആളുകൾ വരുമ്പോൾ ഇതിട്ട് ചായ ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ അവർ ചോദിക്കും നല്ല ടേസ്റ്റുള്ള എന്താ, അപ്പോൾ നമുക്കിത് പറഞ്ഞു കൊടുക്കാം. അത്തരത്തിൽ എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്ത ആളുകൾ നമുക്ക് ഷെയർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇത് ചായ ഉണ്ടാക്കുന്ന അപ്പം തന്നെ പൊടി ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. വലിയ തരിയാണ്. അതുപോലെ തന്നെ 2 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് ആ ടേസ്റ്റിലൊന്നും ഒരു മാറ്റമില്ല. നല്ല വലിയ ആ പൊടി തന്നെ രണ്ടാമത് തിളപ്പിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഇത് വലിയൊരു സംഭവമാണ്. നമ്മളെ സാൻഡ്വിച്ച് ചന്ദനത്തിരി എന്ന് പറയും. പക്ഷെ പലരും ചന്ദനത്തിരികൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ആ സ്മെല്ല് ഇഷ്ടമില്ല, തലവേദന വരുന്നൊക്കെ പറയും. അതിനൊരു കാരണം എന്താണ്? ഭയങ്കരമായിട്ടുള്ള സ്മെല്ലാണ് അല്ലേ പുറമേന്ന് വാങ്ങുന്നത്. ഭയങ്കര രൂക്ഷഗന്ധമാണ്. പക്ഷെ നമ്മളെ എല്ലാം 5 ഫ്രാഗ്രൻസിലുണ്ട്. നമ്മൾ ഏതൊരു ഇതെടുത്താലും ആ ഒരു സ്മെല്ല് നല്ല മൈൽഡ് സ്മെല്ലാണ്, കുത്തുന്ന മണമല്ല. അതുകൊണ്ട് തലവേദന സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല. നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ല് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകത എന്ന് വെച്ചാൽ കൊതുകിനെ തുരത്താൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാമല്ലോ. കൊതുക് വരില്ല. 100% നമുക്ക് അത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. പിന്നെ ഈ എനിക്ക് തോന്നുന്നു 84 എണ്ണത്തിന് MRP തന്നെ 72 രൂപ വരുന്നുണ്ട്. 84 എണ്ണം ഉണ്ട്. ഒരെണ്ണത്തിന് 1 രൂപ പോലും വരുന്നില്ല. നമുക്കിത് 55 രൂപയ്ക്ക് കിട്ടുന്നു അല്ലേ? ഡിഗ്രി റേറ്റ് 55 തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല ലാഭമാണ്. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കത്തിച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ സ്മെല്ല് എന്ത് നല്ല മണമാണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആളുകൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ജസ്റ്റ് ഒരു അമേസിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ബാത്റൂം ക്ലീനർ ആയിട്ടാണ് പറയുന്നത്. ശരിക്കും ഇതിന് മൾട്ടി പർപ്പസ് ഉണ്ട്. ബാത്റൂം ക്ലീനർ എന്ന് പറയുന്നത് ബാത്റൂം ക്ലീനിങ് എന്നുള്ളതിനേക്കാൾ ഒന്നുകൂടെ നമുക്ക് എടുത്ത് പറയാം നമ്മുടെ സെപ്റ്റിക് ടാങ്ക് പ്രൊട്ടക്ടർ എന്ന് പറയാം. പണ്ട് കാലത്തെ പോലെയല്ല ഇന്ന് വീടുകൾ, ഒരു വീട് ഇപ്പോൾ 2 നിലയ്ക്കാണെങ്കിൽ എത്ര റൂമുണ്ട് അവിടെ? ആ റൂമിനൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാവും. ഒരു ടാങ്ക് ആയിരുന്നു, 1 2 എത്ര ടാങ്ക് ഉണ്ടായിരുന്നു. അതിന് തന്നെ പ്രശ്നം വരികയാണ് പെട്ടെന്ന് അല്ലേ? ടാങ്ക് നിറയുന്ന പ്രശ്നം. അപ്പോൾ പണ്ടൊന്നും കാണാത്തൊരു പരസ്യമാണ് സെപ്റ്റിക് ടാങ്കും ക്ലീനായി കൊടുത്തുകൊണ്ട് ഫോൺ നമ്പറൊക്കെ പലയിടങ്ങളിലും സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മൾ കാണാം. എന്തുകൊണ്ടായിരിക്കും അത്? ഇപ്പോൾ ആ പ്രശ്നം കുറേ കേട്ട് വരുന്നുണ്ട്. മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ആ ഒരു ലിക്വിഡ് ഇപ്പോൾ ഹാർട്ട് കൈകൊണ്ട് ഡൊമക്സ് ആണ്. ഞാനൊരു വരുന്നതിന് മുമ്പ് ഡൊമക്സ് ആണ് വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാരണം ആ ക്ലീനിങ് നമ്മൾ പറയാറുണ്ട് രോഗങ്ങൾ വരുന്നത് ആ ഒരു ഏരിയ നിന്നാണ്. നമ്മൾ കാണുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ പല രീതിയിലുള്ള രോഗങ്ങൾ ആ ബാത്റൂമിന് ടോയ്ലറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് 20 മിനിറ്റ് അല്ലേ ഒഴിച്ച് 20 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ കഴുകാൻ പാടുള്ളൂ എന്ന് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? അവിടെ ആ കെമിക്കൽ പ്രവർത്തനം നടന്ന് അതിനുശേഷം മാത്രമേ ടാങ്കിലേക്ക് ഒഴിച്ച് കളയാൻ പാടുള്ളൂ. ഞാനടക്കം പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് ഒഴിച്ചിട്ട്
സിങ്ക് കഴുകാൻ ആഴ്ചയിൽ ഒരു ദിവസം ശരിക്കും കഴുകണം എന്നാ പറയാ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിലെ സിങ്ക് ശരിക്കും വേസ്റ്റ് കഴുകുന്ന സ്ഥലമല്ലേ, സെയിം ടോയ്ലറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ അല്ലാണ്ട് എന്തെങ്കിലും ഒരു ക്ലീനിങ് കൊടുക്കുന്നുണ്ടോ? ഈ പുറമേയുള്ള ക്ലീനിങ്ങുകളല്ല, ആ ഓസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പൊ ആ രീതിയിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ എയർ പ്യൂരിഫയറിന്റെ കാര്യം പറഞ്ഞപ്പോൾ എങ്ങനെയാണ് എയർ പൊല്യൂട്ടഡ് ആവുന്നതിന് ഒരു കാരണം പറയുന്നുണ്ട്. നമ്മൾ രാത്രി നമ്മളൊക്കെ കടന്ന് ഉറങ്ങുന്ന സമയത്ത് ഈ സിങ്കിന്റെ ഉള്ളിൽ ഈ പോണ പൈപ്പിന്റെ അവിടെ കെമിക്കൽ റിയാക്ഷൻ അതിൻ്റെ ഉള്ളിൽ എന്ത് വരുന്നുണ്ട്, കെമിക്കൽസ് പുറത്ത് വരുന്നുണ്ട്. നമുക്ക് ആർക്കും അറിയില്ല, കാണാനും പറ്റില്ല. പക്ഷെ പഠനങ്ങൾ തെളിയിച്ച സംഭവമാണത്. അങ്ങനെ സ്മെല്ല് വരും. ആ സ്മെല്ല് നമ്മുടെ എന്തോ സ്മെല്ല് എന്ന് പറയുന്നത് തള്ളിക്കളയും, പക്ഷെ അത് ചെന്നിട്ട് ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആഴ്ചയിലൊരു ദിവസം ഇത് യൂസ് ചെയ്തിട്ട് ടോയ്ലറ്റ് ഒഴികെ ബാക്കി ഏത് നമ്മൾ കറകൾ കളയാനും അതുപോലെ നമ്മൾ വാഷ് ബേസിനില്ലേ ഒക്കെ കഴുകാൻ ഇത് യൂസ് ചെയ്യാം. നല്ലോണം ക്ലീൻ ആവുകയും ചെയ്യും. ആ ഭാഗങ്ങളൊക്കെ കഴുകുന്ന സ്ഥലം കഴുകുന്ന ആ ബ്രഷിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചിട്ട് അത് നനച്ചിട്ട് അങ്ങനെ ഉറച്ച് കഴുകാവുന്നതാണ്. ടോയ്ലറ്റിൽ മാത്രം നമ്മൾ ജസ്റ്റ് ആയിട്ട് റബ്ബ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഇറങ്ങിയിട്ട് ടോയ്ലറ്റിൽ വെച്ച് ഒന്ന് ഒഴിച്ചിട്ട് നമ്മൾ നിലം ഒന്ന് ക്ലീൻ ആക്കുമ്പോഴേക്കും 5 മിനിറ്റ് ആവും. അത്രയും വേണ്ടുള്ളൂ. അത്രയ്ക്ക് ഞാൻ അത്ര ഡീറ്റെയിൽ ചെയ്ത് പറയാൻ കാരണം ഈ ഒരൊറ്റ പ്രൊഡക്റ്റുള്ള ഒരു മാസം നല്ല രീതിയിൽ ബിസിനസ് നമുക്ക് ആദായം വേണ്ടിയിട്ടുണ്ട്. സ്റ്റെറിക്കിൻ മാത്രം യൂസ് ചെയ്തില്ല ഇന്നലെ സാറ് വയനാട്ടിൽ നിന്ന് സാറ് പറഞ്ഞു. അത്രയും ഗുണമുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരാളടുത്ത് ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇത്രയും ഇതെന്താ ചെറുതില്ല എന്നൊക്കെ ചോദിക്കും. ഇത് തന്നെ മതി നമുക്കൊരു 6, 7, 8 മാസത്തോളം നമുക്ക് യൂസ് ചെയ്യാം. അത്രയും ഗുണമുള്ള സാധനമാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇത് നമ്മുടെ ഡിഷ് വാഷാണ് വണ്ടർ പ്രോ. ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ രോഗങ്ങളിൽ ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞ രോഗം, വയറിലെ പ്രശ്നങ്ങൾ, ഡൈജഷൻ പ്രശ്നങ്ങളിൽ ചെറിയൊരു കാരണം പറഞ്ഞത് ഒരു കാരണം കേട്ടോ, എല്ലാ കാരണങ്ങളുള്ള ഒരു കാരണം പറയുന്നത് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡുകൾ, ഡിഷ് വാഷ് ബാറുകളുടെ കാര്യമാണ്. എക്സോ പോലുള്ള ഗ്രില്ല് പോലുള്ളത്. കാരണം അതൊക്കെ തേച്ച് കഴുകിയിട്ട് 42 പ്രാവശ്യം കഴുകിയാൽ അതിൻ്റെ ആ ഒരു സംഭവം പോകുന്നില്ല. അത് പിന്നെ നമ്മൾ അതിൽ ഭക്ഷണം ഇട്ട് കഴിക്കുമ്പോൾ എങ്ങോട്ടാ പോകുന്നത്, നമ്മുടെ വയറ്റിലേക്കാണ് പോകുന്നത് അല്ലേ. ആ ലിക്വിഡ് ആയിക്കോട്ടെ ഏതും ആയിക്കോട്ടെ നമുക്ക് അതിന് അതേപോലെ തന്നെ നമ്മൾ പിന്നെ സോപ്പ് ഉപയോഗിച്ചൊക്കെ കഴുകാറുണ്ട്. പണ്ട് ചാരം ഉപയോഗിച്ച് കഴുകാറുണ്ട്. അതൊക്കെ ശരീരത്തിലേക്ക് നല്ലതുപോലെ അതിനൊക്കെ പകരം കിട്ടാറുണ്ട്. ഇത് 4 ഉപയോഗിക്കും. ചാരം ഇല്ല ഇപ്പോൾ ഇല്ലേ, അടുപ്പ് എന്നിട്ട് പുകയില്ലാത്ത അടുപ്പും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗ്യാസ് അടുപ്പൊക്കെ യൂസ് ചെയ്തപ്പോൾ അതില്ല. അപ്പം ഇത് വണ്ടർ ഡ്രോപ്പിൽ ശരിക്കും ഈ ഒരു ലിക്വിഡിൽ അടങ്ങിയത് എന്താണ്, വെളിച്ചെണ്ണേൻ്റെ എക്സ്ട്രാക്റ്റും അതുപോലെ തന്നെ ചെറുനാരങ്ങേൻ്റെ എക്സ്ട്രാക്റ്റും. ഇത് നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കും. സോപ്പിന്റെ അംശം ഇതിനകത്തില്ല. അതെങ്ങനെയാണ് കാണിക്കുന്നത് വെച്ചാൽ മഞ്ഞൾ, നമുക്കറിയാം മഞ്ഞളും സോപ്പും തമ്മിൽ ആക്കിയാൽ എന്താ, അവിടെ നമ്മൾ കാണുന്നില്ല മഞ്ഞൾ അവിടെ ചുമന്നതായിരിക്കണം അല്ലേ. ആ രീതിയിൽ ഇതിന്റെ ഡെമോൺസ്ട്രേഷൻ നമുക്ക് കാണിച്ചില്ല. സോപ്പിന്റെ അംശം ഇല്ല. ക്ലീനിങ് ഏജന്റും അത് ക്ലീൻ ആവാൻ ചെറുനാരങ്ങ എല്ലാ ഡിഷ് വാഷിന്റെ പരസ്യത്തിൽ കാണിക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കറിയാലോ ചെറുനാരങ്ങ എന്തെങ്കിലും ക്ലീൻ ആവുന്നുണ്ട്, നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുപോലെ ചെറുനാരങ്ങയുടെ അംശമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇത് ഭയങ്കര കോൺസെൻട്രേറ്റ് ആണ്. ഈ ഒരു 500 ml നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൽ 1.5 മൂടി വെച്ച് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. എല്ലാ പ്രൊഡക്റ്റും നമ്മൾ കോൺസെൻട്രേറ്റഡ് ആണ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് പാത്രം കഴുകിയ സമയത്ത് അതിന്റെ കണ്ടന്റ് അതിനകത്ത് പോയിട്ടില്ല എങ്കിൽ ഭക്ഷണത്തിലൂടെ ഉള്ളിൽ പോയാലും എന്താണ് ഒരു പ്രശ്നമില്ല. എന്താ വെളിച്ചെണ്ണ നമ്മളെ ചെറുനാരങ്ങ പോലുള്ളതുള്ളൂ. ശരീരത്തിന് ഒരു തരത്തിലും ദോഷമില്ലാത്ത രീതിയിലാണ് നമ്മൾ എല്ലാ പ്രൊഡക്റ്റിലെയും കണ്ടന്റുകൾ വരുന്നത്. അപ്പൊ നമുക്കത് ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കണം. 1 ലിറ്ററിൽ നമുക്കങ്ങനെ മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് നമ്മുടെ പേഴ്സണൽ കെയറിൽ വരുന്ന പ്രൊഡക്റ്റാണ് കൂൾ ഓയിൽ. ഇത് നല്ല പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് നവരത്ന ഓയിലൊക്കെ തലയിൽ തേക്കും, നല്ല കൂളിംഗ് എഫക്ട് കിട്ടുന്നു. ആ രീതിയിൽ തലയിൽ തേക്കാൻ മാത്രമല്ല ബോഡി മസാജ് കൂടിയാണ്. നമ്മളിപ്പം ഇവിടെ യാത്രയൊക്കെ പോയി വന്നപ്പോൾ ചെറുതായിട്ട് വേദന കൈക്കൊക്കെ വേദന ഉണ്ടെങ്കിൽ ഇത് കുറച്ചൊക്കെ അവിടെ ജസ്റ്റ് മസാജ് ചെയ്താൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. നടുവേദനയൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പേര് സ്ഥിരം വാങ്ങുന്നുണ്ട്. അത് ചുമന്നതിൻ്റെ വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ തലവേദന മൈഗ്രെയിൻ പ്രശ്നമുള്ള ആളുകൾക്ക് നമുക്ക് കൊടുക്കാം. അവർക്ക് എക്സ്റ്റേണൽ യൂസ് ചെയ്യാവുന്ന ഒരു ഓയിലാണ്. അതായത് മൈഗ്രെയിന് നമ്മൾ ഇന്റേണലി കഴിക്കണം, അതിൻ്റെ കൂടെ പുറത്തുനിന്ന് തേക്കാവുന്ന ഒരു എണ്ണയാണ്. പിന്നെ ഉറക്കക്കുറവുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉറക്കമില്ല അല്ലെങ്കിൽ ടെൻഷൻ അങ്ങനെ ഉറക്കക്കുറവിന് നമുക്ക് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ് കൂൾ ഓയിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നു. പിന്നെ സ്ത്രീകളുടെ കാറ്റഗറിയിലേക്ക് പോയാൽ അമേസിംഗ് ആയിട്ടൊരു പ്രോഡക്റ്റാണ് ഫ്രീഡം നാപ്പ്. ഇതിപ്പം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ പറയണം. കാരണം നിങ്ങൾക്ക് പെങ്ങന്മാരും അതുപോലെ തന്നെ നമ്മൾ അറിയുന്നവർ ഭാര്യമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ. അതുപോലെ ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റാണിത്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നുണ്ട് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം കേൾക്കുന്നുണ്ട് യൂട്രസ് സംബന്ധമായിട്ട് പല പ്രശ്നങ്ങൾ അല്ലേ. യൂട്രസ് സംബന്ധമായ ഒത്തിരി പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. അതിന്
ഒരു കാരണം, ചെറിയൊരു കാരണം അവർ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻസ് ആണ്. പണ്ട് കാലത്തൊക്കെ തുണിയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കാലം പോയതനുസരിച്ച് ഇപ്പം തുണിയൊന്നും ആരും ഉപയോഗിക്കാറില്ല. കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ബിസി ലൈഫ്, ജോലി. പണ്ടൊക്കെ സ്ത്രീകൾ പലരും മിക്ക സ്ത്രീകളും വീട്ടിലിരിക്കുന്നവരാണ്. അപ്പം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ. തുണിയൊക്കെ യൂസ് ചെയ്യണം, നല്ല രീതിയിൽ ക്ലീൻ ആക്കി ചൂടുള്ളതിലൊക്കെ കഴുകി വെയിലത്തിട്ട് ഉണക്കിയൊക്കെ നമുക്ക് എടുത്തു വെക്കാം. ഇന്ന് നമുക്ക് അതിനൊന്നും സമയവും ഇല്ല. പക്ഷേ നമ്മൾ ഉപയോഗിക്കാൻ നല്ല ഹൈജീൻ ആയിട്ട് യൂസ് ചെയ്യും. തുണി ഉപയോഗിക്കുകയാണെങ്കിൽ റീയൂസ്ഡ് അല്ലേ തുണി, അപ്പോൾ എന്തായാലും ഇൻഫെക്ഷൻ അകത്തേക്ക് തന്നെ കയറുമല്ലോ. നല്ല രീതിയിൽ നമ്മൾ നല്ലോണം ക്ലീൻ ആക്കി വെയിലത്തിട്ട് ഉണക്കിയൊക്കെയാണ് വെക്കേണ്ടത്. ഇന്ന് ആർക്കൊന്നും നേരമില്ല അല്ലേ, ആരൊന്നും ചെയ്യില്ല. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലും ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. എന്താണെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കണം. അതിപ്പോൾ തുണി ആയിക്കോട്ടെ, പാഡ് ആയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ കേട്ട് വന്നാണ് മെൻസ്ട്രൽ കപ്പ് കേൾക്കുന്നത്. എന്തോ ഉപയോഗിക്കണം, പക്ഷേ 100% നമ്മുടെ ബോഡിക്ക് ഹൈജീൻ ആയിട്ടുള്ളതും ഹെൽത്ത് തരുന്നതുമായിരിക്കണം. അവിടെയാണ് പാഡിന്റെ സാനിറ്ററി നാപ്കിനെ കുറിച്ച് നമ്മുടെ WHO പഠനപ്രകാരം പറയുന്നത് ഒരു 4 ക്വാളിറ്റി വരണമെന്നുള്ളതാണ്. ഒന്ന് 100% കോട്ടൺ ആയിരിക്കും. രണ്ടാമത് പറയുന്നത് അതിൽ നല്ല അബ്സോർപ്ഷൻ കപ്പാസിറ്റി വേണം. അതായത് അതിലേക്ക് ആ ഡിസ്ചാർജ് വരുന്ന സമയത്ത്, ആ ലിക്വിഡ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് ആഗിരണം ചെയ്യും. നമ്മളെ സ്കിന്നിനെ ടച്ച് ചെയ്യാൻ പാടില്ല, ഉള്ളിലേക്ക് അബ്സോർബ് ആയിട്ട് പോകണമെന്ന് പറയുക. പിന്നെ നല്ല എയർ സർക്കുലേഷൻ ഉള്ളതായിരിക്കണം എന്ന് പറയുന്നത്. കാരണം നമുക്ക് അവിടെ സ്കിന്നിന് ഒരു പ്രശ്നമൊന്നും വരാൻ പാടില്ല. പിന്നെ പറയുന്നത് മിനിമം 4 ലെയറെങ്കിലും വേണമായിരിക്കും. ഓക്കെ, മിനിമം 4 ലെയർ. അപ്പൊ ഈ 4 ക്വാളിറ്റിയിൽ നമ്മളെ സംബന്ധിച്ച് ഇതിന് 2 ക്വാളിറ്റിയെങ്കിലും ഉള്ളതായിരിക്കണം നമ്മൾ സ്ത്രീകൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ യൂസ് ചെയ്യുന്ന സാനിറ്ററി നാപ്കിൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇല്ലാന്നത് നമുക്ക് തെളിയിക്കാൻ പറ്റും. എന്നാൽ നമ്മുടെ ഒരു ഫീഡ് നാപ്കിനിൽ മിനിമം 4 ലെയറെങ്കിലും വേണമെന്നുള്ളത് നമുക്ക് 8 ലെയർ ഉണ്ട്. 8 ലെയറിന് അത് നമുക്ക് കാണിക്കാൻ പറ്റും. അതുപോലെ തന്നെ അത് റോസ് കളർ സ്ട്രിപ്പ് ഉണ്ട്. അത് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വരുന്ന സ്ട്രെയിൻ, സ്ട്രെസ് അല്ലേ, നമ്മൾ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ശരീരത്തിൽ ഹോർമോൺ വേരിയേഷൻസ്, ടെൻഷനും കാര്യങ്ങളും ഇല്ലാത്ത സമയങ്ങളില്ല അല്ലേ. ആ ഒരു ഹോർമോൺ വേരിയേഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സിനെയൊക്കെ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത് ആ റോസ് കളർ സ്ട്രിപ്പ്. അതൊരു സിൽവർ നാനോ ചിപ്പാണ്, ഒരു കെമിക്കലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ ഒരു പുതിയ ടെക്നോളജി, നാനോ ടെക്നോളജി വഴി വെച്ചിരിക്കുന്ന സ്ട്രിപ്പാണ്. ഈ ഒരു ഇതിന് തന്നെ യൂറോപ്യൻ കൺട്രീസിന്റെ CE സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതിലാണ്. ഇന്ത്യയിലെ എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ സംഭവമാണ് നമുക്ക് വിശ്വസിക്കില്ല. എന്താണ് കുറച്ച് പൈസ കൊടുത്താൽ അത് സർട്ടിഫിക്കേഷൻ വാങ്ങുന്നു പറയും. യൂറോപ്യൻ കൺട്രീസിന്റെ സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി അഫോർഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. അത്രയും ഗുണമുള്ളതാണ് നമ്മൾ ഈ കാർഡിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഞാനിവിടെ കുറച്ച് പ്രൊഡക്റ്റുകൾ